വർഗീസ് ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായ കർത്താവിലും സ്നേഹത്തോടെ കൊലമാപ്പതിലേക്ക് ക്ഷണിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. പാട്ട് ശ്രമിക്കാം. താങ്ക് യു. ഹല്ലേലൂയ. എന്റെ പ്രിയനേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. എന്റെ പ്രിയനേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. 1000 10,000ങ്ങളിൽ അതിസുകുമാരനവൻ, എനിക്ക് അതിസുകുമാരനവൻ. എന്റെ പ്രിയനേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. നാളുകളിനിയേറെയില്ലെന്നെ വേലി കഴിച്ചിടുവാൻ, എൻ കാന്തൻ വേലി കഴിച്ചിടുവാൻ. നാളുകളിനിയേറെയില്ലെന്നെ വേലി കഴിച്ചിടുവാൻ, എൻ കാന്തൻ വേലി കഴിച്ചിടുവാൻ. മണിയറയിൽ ചേർത്തിടുവാൻ മണവാളൻ വന്നിടറായി. മേഘത്തിൽ മണവാളൻ വന്നിടറായി. മണിയറയിൽ ചേർത്തിടുവാൻ മണവാളൻ വന്നിടറായി. മേഘത്തിൽ മണവാളൻ വന്നിടറായി. ആർപ്പുവിളി കേട്ടിടാറായി, കാഹളം മുഴക്കിടറായി. ദൂതന്മാർ കാഹളം മുഴക്കിടറായി. ആർപ്പുവിളി കേട്ടിടാറായി, കാഹളം മുഴക്കിടറായി. ദൂതന്മാർ കാഹളം മുഴക്കിടറായി. ഉണർന്നു ദീപം തെളിച്ചു കൊള്ളുക, വാതിലടയ്ക്കാറായി. കൃപയുടെ വാതിലടയ്ക്കാറായി. ഉണർന്നു ദീപം തെളിച്ചു കൊള്ളുക, വാതിലടയ്ക്കാറായി. കൃപയുടെ വാതിലടയ്ക്കാറായി. അന്തിക്രിസ്തൻ വെളിപ്പെടാറായി. ഹന്ത ഭയങ്കരമേ, തൻ വാഴ്ച ഹന്ത ഭയങ്കരമേ. കാന്തയോ അവൾ കാന്തനുമായി പീഡയൊഴിഞ്ഞു വാഴും. ഹല്ലേലൂയ, പീഡയൊഴിഞ്ഞു വാഴും. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിലതായി. അതിൻ്റെ കൊമ്പുകളിലതായി. അത്തിവൃക്ഷം തളിർത്തതിൻ്റെ കൊമ്പുകളിലതായി. അതിൻ്റെ കൊമ്പുകളിലതായി. അടുത്തു വേനലെന്നറിഞ്ഞു കൊള്ളുക, വാതിലടയ്ക്കാറായി. കൃപയുടെ വാതിലടയ്ക്കാറായി. എൻ വിനകൾ തീർന്നിടാറായി. എൻ പുരി കാണാറായി. ഹല്ലേലൂയ, എൻ പുരി കാണാറായി. എൻ വിനകൾ തീർന്നിടാറായി. എൻ പുരി കാണാറായി. ഹല്ലേലൂയ, എൻ പുരി കാണാറായി. പ്രതിഫലങ്ങൾ ലഭിച്ചിടാറായി. പൊന്മുടി ചൂടാറായി. ഹല്ലേലൂയ, പൊന്മുടി ചൂടാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി. ഹല്ലേലൂയ, വേഗം വരാറായി. ആമേൻ. സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ കർത്താവിനെ ദൈവം സഹായിച്ചു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ഈ രാത്രികാലം നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഉയരത്തിലേക്ക് നമുക്ക് നോക്കുവാനും
ഹാലേലുയ പുഞ്ചിരി തോന്നി ജീവിപ്പാനും ഹാലേലുയ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വരവേത്യവാസന്നമായിരിക്കുന്നു. ഹാലേലുയ സ്തോത്രം. ഓ സ്തോത്രം സ്തോത്രം. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വിലപ്പെടുന്ന ആശ്രയം കൊടുത്തിരിക്കുന്നു. കലമാപ്രളയം അനുഗ്രഹമാക്കിയിട്ടുമെന്ന് നിർദ്ദേശിക്കുന്നല്ലോ. ദീർഘായുസ്യം ദൈവം മക്കളെ തൃപ്തിപ്പെടുത്തട്ടെ. ഹാലേലുയ പിന്നെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ ആലപിക്കുവാനും ഹാലേലുയ എല്ലാവർക്കും അനുഗ്രഹമാക്കി നിർത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ആ പാട്ടിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു. 10,000 അതിസുന്ദരം നമ്മളെ ചേർപ്പാൻ വരുന്നു. ആരും കാണാത്തിനും ആർക്കും കാണുവാൻ കഴിയാത്തിനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന നമ്മുടെ മഹാരാജാവ് അതിവിശുദ്ധനായ ദൈവം. ഹല്ലേലൂയ. ആ പാട്ടിൽ കൂടെ നമ്മുടെ വിശുദ്ധിയെ നാം തേക്കണം. ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധന്മാരെ ചേർപ്പാനാ വരുന്നത്. ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. ഹല്ലേലൂയ സ്തോത്രം. പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരുക്കിക്കൊണ്ട് പോകുവാനല്ല വരുന്നത്, ഒരുങ്ങി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. പാട്ട് പാടിയപ്പോൾ കർത്താവ് മാത്രം എടുക്കുകയും അനുഗ്രഹ സമൃദ്ധി എല്ലാവരുടെ മേലും ദൈവം വന്ന് പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാനിടയായി തീർന്നല്ലോ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. തുടർമാനം ദൈവവചനം ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്നു. അന്ത്യകാല സംഭവത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ അറിഞ്ഞിരിക്കേണ്ട വിലയേറിയ സത്യങ്ങളാകുന്നു. സ്തോത്രം. വചനത്തിന്റെ പൊരുൾ തിരിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഈ രാത്രികാലം കർത്താവിന് വിലപ്പെട്ട ദാസന് ഓർമ്മശക്തി, ജ്ഞാനാത്മാ, ദിവ്യാത്മാവ്, അഭിഷേകം ഇതെല്ലാം പകരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനത്തിന്റെ വാൾ തുറന്നു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തി ആത്മാവിന് ചുരുക്കമായി പ്രാർത്ഥിക്കാം. ഒരാൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സന്ധ്യാസമയം കർത്താവേ ദൈവസന്നിധിയിൽ ഞങ്ങൾ കർത്താവെ മുട്ടുമടക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തന്ന സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച് വഴി നടത്തിയ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളെ രക്ഷിച്ച് സ്നേഹിച്ച് ഞങ്ങളെ കർത്താവേ ദിനംതോറും വഴി നടത്തുന്ന ദൈവത്തിനെ സഹായിച്ചതിനായി സ്തോത്രം. കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീരിയുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ക്രിസ്തയേശുവിൽ ഞങ്ങൾ എല്ലാവരും ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുവാൻ സഹായിക്കണമേ. സകലമാനവും മഹത്വ പുകഴ്ചയും അങ്ങേക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. സ്വർഗീയ പിതാവേ, ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ സ്ഥിരത. ഹല്ലേലൂയ. ഭൂമിയിലേതൊരു മഹാന്റെ വാക്കും സ്ഥിരതയില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിലെന്തൊക്കെ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമ്മുടെ പ്രശംസാ വിക്ഷേപം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. കേൾപ്പാൻ യഹോവയുടെ ശബ്ദം, മഹാദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടും ഭയഭക്തിയോടും കൃപയിലോടും കൂടെ ദൈവത്തിങ്കൽ വിറയ്ക്കുന്നവരായ ദിവസം നമുക്കായിരിക്കാം. വചന സൂക്ഷിക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസിനെ ഒക്കലോമ സിറ്റിൽ നിന്നും ഒക്കലോമ പ്രളയിലേക്ക് ആദരവോട് സ്നേഹത്തോട് ക്ഷണിക്കുന്ന നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇടിയുന്ന ദൈവദാസൻ പാസ്റ്റർ എബ്രഹാം മത്തായിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സന്ധ്യയെങ്കിൽ എല്ലാ ശുശ്രൂഷയിലും പങ്കുകൊണ്ട് ഏവരെയും കർത്താവെ ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നഹൂം പ്രവചനത്തിന്റെ പുസ്തകം 1-ാം അധ്യായമാണ് നാം വായിച്ചതെങ്കിൽ തന്നെയും ഇനിയും സംഭവിക്കുവാനുള്ള കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നഹൂം പ്രവചനം ഇന്നും അടുത്ത ആഴ്ചയിലുമൊക്കെ നമുക്ക് ചിന്തിച്ച് അതിനകത്തെ നിക്ഷിപ്തമായിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങളെ പറ്റി ചിന്തിക്കാമെന്നായിരുന്നു ഞാൻ ക്രിസ്തുവേശുവിൽ ആഗ്രഹിച്ചതെങ്കിൽ തന്നെയും ഇന്ന് എന്നെ ദൈവത്തിന്റെ ആത്മാവ് വേറെ ഒരു വിഷയത്തിലേക്ക് നാം എല്ലാവരും ഈ കാലങ്ങളിൽ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക്, ഫെലസ്റ്റിയർ എന്ന വിഷയത്തിലേക്ക്
അതും പ്രവചനങ്ങളോടുള്ള ബന്ധത്തിലും ചരിത്രത്തോടുള്ള ബന്ധത്തിലും ഞാൻ സംസാരിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് ഞാൻ കടന്നു വരുവാൻ കാരണമായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധം, ഗാസ മുനമ്പ് ഇസ്രയേലും ഫലസ്തീൻകാരുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഹമാസിനോടുള്ളതായ യുദ്ധത്തെ പറ്റി ചില തെറ്റായ കാര്യങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഇന്നേ പറയുവാൻ ആഗ്രഹമില്ല, നമ്മുടെ മുമ്പിൽ സമയവുമില്ല. എന്നാൽ പരമപ്രധാനമായ ചില കാര്യങ്ങൾ ഗാസ സ്ട്രിപ്പിനെ പറ്റി ഇപ്പോഴുള്ളത്, എന്നാണ് ഫലസ്തീനയുടെ ആരംഭം, അതിന്റെ ചരിത്രം തൊട്ട് ചില കാര്യങ്ങൾ ദൈവവചനത്തിലുള്ളത്, പിന്നീട് ആരാണ് ഈ ഫലസ്തീൻസ് എന്ന് പറയുന്നത്, അവരെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് അവരെ നശിപ്പിച്ച് കളയാഞ്ഞത്, ഭാവിയിൽ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന സന്ദർഭത്തിൽ ഈ ഫലസ്തീനെ പറ്റി എന്തെങ്കിലും ദൈവത്തിന് പദ്ധതിയുണ്ടോ, അതിന് വാക്യങ്ങളുണ്ടോ, ഈ കാര്യങ്ങളാണ് ഇന്ന് സന്ധ്യയെങ്കിൽ സംക്ഷിപ്തമായി തൊട്ട് ചിന്തിക്കുവാൻ പോകുന്നത്. ആഴമായി ചിന്തിക്കുവാൻ കുറെ സമയം കൂടി എടുക്കുന്നത് കൊണ്ട് തൊട്ടുള്ള ചിന്തയായിരിക്കും. എന്നാൽ തന്നെയും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് കടന്നു വരുവാനും ചില പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ കരുതുന്നു. ഇതിലേക്ക് ചില വേദഭാഗങ്ങൾ നിങ്ങൾ വായിച്ച് എന്നെ സഹായിക്കണം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ആരാണ് ഫെലിസ്ത്യരെന്നും അവരുടെ ആരംഭം എന്തെന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ പലസ്തീൻ നാട്ടിൽ വന്നത് എന്നുള്ളതിനെ പറ്റി ചില വേദഭാഗങ്ങൾ വായിക്കണം. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഇരമ്യ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഒരു വാക്യം കൂടെ അവസാനമായി വായിക്കണം. അവരുടെ ഭാവിയെ പറ്റിയുള്ള കാര്യമാണ്. ഇനി അവർ നശിപ്പിച്ചു പോകുമോ, എന്താണ് ദൈവത്തിന് അവരെ പറ്റി ഒരു പദ്ധതിയുമില്ലേ, ഇങ്ങനെയുള്ള കാര്യം മനസ്സിലാക്കേണ്ടതിന് യെഹെസ്കേൽ പ്രവചനം 47-ാം അധ്യായത്തിന്റെ 20 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങളും വായിക്കണം. ഇവ ശ്രദ്ധിച്ച് വായിക്കണം. ഈ വേദഭാഗങ്ങൾ മാത്രം വായിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ റെഫറൻസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാം പറയത്തില്ല, പറയാൻ സമയമില്ല. എന്നാൽ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിച്ച് സഹായിച്ചാലും. മിസ്രൈമിയോ, ലൂദീം, അനാമീം, ലഹാബീം, നഫ്തൂഹീം, പത്രൂസീം, കസൂഹീം, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. ഫെലിസ്ത്യർ ഉത്ഭവിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 13-ാം വാക്യം മുതൽ ചിന്തിക്കുമ്പോൾ മിസ്രയീമിന്റെ അഥവാ ഈജിപ്തിന്റെ പേരാണല്ലോ മിസ്രയീം. മിസ്രയീം ആരാണെന്ന് നമുക്ക് 5-6-ാം വാക്യം മുതൽ കാണുവാൻ സാധിക്കും. ഹാമിന്റെ മക്കളിൽപ്പെട്ടവരാണ് മിസ്രയീം എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ഫെലിസ്ത്യർ എന്ന് പറയുന്നത് മിസ്രയീമിന്റെ തലമുറകളിൽപ്പെട്ടവരാകിയാൽ ഹാമൈറ്റ്സ് ആണ്. അതായത് നോഹയുടെ 3-ാമത്തെ മകൻ ഹാമിന്റെ തലമുറകളിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് ഇനി 14-ാം വാക്യം വായിച്ചേക്കാം. പത്രോസീം, കസൂഹീം, ഇവരിൽ നിന്ന് ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കസ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. ഇവിടെ കപ്തോരീം, കസൂരീം
ഇവരുടെ തലമുറകളാണ്. അത് മിസ്രയീമിന്റെ ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ പേരുകൾ പറഞ്ഞിട്ട് പറയുന്നതാണ്. അവരിൽ നിന്നാണ് ഫെലിസ്ത്യർ ഉത്ഭവിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. കസ്തൂരിയും കപ്തോരിയും ഒന്നിച്ച് പോകുന്നതാണ്. ആകയാൽ ഇനിയും ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എനിക്ക് ക്രൂശരെ പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്ത് നിന്നും ദേശത്തെ അടിമകളായി നിന്നും മക്കളെ കർത്താവെ അവിടെ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന കാര്യമാണ് ആദ്യം പറയുന്നത്. തുടർമാനമായി വായിച്ചാട്ടെ. ഞാൻ ഇസ്രായേലിനെ മിസ്രയീം ദേശത്ത് നിന്നും ഫെലിസ്ത്യരെ കഫ്തോരിൽ നിന്നും അരാമ്യരെ ആരാണെന്ന് കേട്ട് കഴിഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നും ഇപ്പോൾ ഉള്ളതായ ജാതികളുടെ പേരുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 10-11 അധ്യായങ്ങൾ വളരെ സസൂക്ഷ്മം പഠിച്ചാൽ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇപ്പോഴുള്ള ലോകത്തിലെ ജാതികളെ പറ്റി നിങ്ങൾക്ക് നല്ല ഒരു അറിവ് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ആമോസിന്റെ പ്രവചനത്തിൽ നിന്നും നാം കേട്ടു, ഇസ്രായേൽ മക്കളെ ശാസിക്കുന്ന വാക്യങ്ങളിൽ പെട്ടതാണ്. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ കർത്താവ് വിടുവിച്ച കാര്യവും അതുപോലെ തന്നെ കപ്തോരിൽ നിന്നും കപ്തോരിയർ ആണ് ഫെലിസ്ത്യർ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും വായിക്കാം. ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. 2:23. കഫ്തോരിൽ നിന്ന് വന്ന കഫ്തോര്യരും ഗസായിൽ നിന്നുള്ള ഊരുകളിൽ പാർത്തിരുന്ന അവരെ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിപ്പാർത്തു. ഇവിടെ നമുക്ക് ഫെലിസ്ത്യരെ എങ്ങനെയാണ് കഫ്തോരിൽ നിന്നും കടന്നു വന്നിട്ട് ഇപ്പോഴുള്ള ഗസ എന്ന സ്ഥലത്ത്, ഗസായിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഹമാസ് ഉള്ളത്. ഗസയിലെ ജനങ്ങളെ മാറ്റിയിട്ട് അവിടെ കുടിയേറി പാർത്തവരാണ്. അവരെ കപ്തോരിയർ, ഫെലിസ്ത്യരുടെ മറ്റൊരു പേരാണ് ദൈവവചനത്തിൽ കപ്തോരിയർ എന്ന് കാണുന്നത്. തിരുവചനത്തിൽ ഉടനീളം നമുക്കത് കാണുവാൻ സാധിക്കും. കപ്തോരിയർ എന്ന് കാണുവാൻ സാധിക്കും. ആവർത്തന പുസ്തകത്തിലുണ്ട്, പലയിടങ്ങളിൽ. യിരെമ്യാ പ്രവചനം 47-ാം അധ്യായം മുഴുവനും ഫെലിസ്ത്യരെ അവരുടെ തോൽവി വരാൻ പോകുന്നതിനെ പറ്റിയാണ് പറയുന്നത്. 47-ന്റെ 4-ാം വാക്യം മാത്രം വായിക്കാം. ഫെലിസ്ത്യരെയൊക്കെ നശിപ്പിക്കാനും സോറിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായന്മാരെയും ഛേദിച്ചു കളവാനുമുള്ള ദിവസം വന്നതുകൊണ്ട് തന്നെ കഫ്തോർ കടപ്പുറത്ത് ശേഷിപ്പുള്ള ഫെലിസ്ത്യരെ യഹോവ നശിപ്പിക്കും. അപ്പം കപ്തോര്യരും ഫെലിസ്ത്യരുമായിട്ടുള്ളതായ ബന്ധം, കപ്തോരിൽ നിന്ന് വന്നവരാണ് ഈ ഫെലിസ്ത്യരെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആമോസിന്റെ പ്രവചനം, യിരെമ്യാ പ്രവചനം, അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം അതിന്റെ ബിഗിനിങ്ങില് 10-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവുമുണ്ട്. സമയലാഭത്തിന് വേണ്ടി എടുത്ത് വായിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഫെലിസ്ത്യർ എന്ന് പറയുന്നവർ കപ്തോരിൽ നിന്ന് വന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ് കപ്തോര്യർ എന്ന് നാം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ കൂടെ വേണേ പഠിക്കാം. ഞാൻ എഴുതിയ പുസ്തകത്തിൽ അതിന്റെ 199 93 94 96 വരെയുള്ള 196 വരെയുള്ള 3-4 പേജുകളിൽ ഈ കാര്യമാണ് കൂടുതൽ കപ്തോര്യരാരാണ്, ഫെലിസ്ത്യരാരാണ് എന്നൊക്കെയും ഞാൻ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവർ 5 തവണകളായിട്ടാണ് ഇവർ കടന്നു വന്നത്. ഈ കപ്തോർ എന്ന് പറയുന്നത്
ഇന്നത്തെ സൈപ്രസ് ആണ്. തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രേത്തറുടെ ഇംഗ്ലീഷ് പേരാണ് സൈപ്രസ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രേത്തർ അഥവാ സൈപ്രസ് എവിടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഒരു മുനമ്പാണ്, ഒരു ദ്വീപാണ്, ഒരു വലിയ ദ്വീപാണ്. അത് ഒരു കാലത്ത് മുഴുവനും ടർക്കിയുടെ അധീനതയിലായിരുന്നു. ഒട്ടോമാൻ ഭരണാധികാരികൾ ഭരിച്ചിരുന്ന കാലത്ത് ടർക്കിയെ ഭരിച്ചിരുന്ന മുസ്ലിം രാജാക്കൻ ചക്രവർത്തിമാരുടെ പേരാണ് ഒട്ടോമാൻ ചക്രവർത്തിമാർ. അവരിൽ നിന്നുമാണ് ബ്രിട്ടീഷുകാരെ പലസ്തീനൊക്കെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഞാൻ പിന്നീട് സമയമുണ്ടെങ്കിൽ പറയാം. സമയം ഉണ്ടോ, എക്സാക്ട്ലി എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് അവർ സൈപ്രസിൽ നിന്ന് വന്നവരാണ്. സൈപ്രസ്, ഇപ്പോഴത്തെ സൈപ്രസിൽ 90% ആൾക്കാരും ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആണ്. 1% ഉള്ളൂ മുസ്ലിമായിട്ടുള്ളത്. മതസ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് സൈപ്രസ്. ഭൂരിഭാഗവും ഒരു അല്പഭാഗം ടർക്കിയുടെ അധീനതയിലുണ്ട്. ബാക്കി ഭൂരിഭാഗവും ഗ്രീസിന്റെ അധീനതയിലാണ് ഇപ്പോൾ സൈപ്രസ് ഉള്ളത്. അവിടെ നിന്ന് കടന്നു വന്നവരാണ് ഈ കപ്തോരിയർ അഥവാ ഫെലസ്തീർ എന്ന് കാണുവാൻ സാധിക്കും. 5 തവണയായിട്ടാണ് ഇവർ പലസ്തീൻ നാട്ടിൽ മൈഗ്രേറ്റ് ചെയ്തത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ 5 തവണ വന്നവരിൽ 5 പ്രഭുക്കന്മാരായിരുന്നു കപ്തോരിൽ നിന്ന് വന്ന ഫെലസ്തീയ പ്രഭുക്കന്മാർ. ഇവരെ പാർത്ത സ്ഥലങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ പ്രത്യേകം കാണാം. ഗസ, ഗത്ത്, എക്രോൻ, അസ്തോദ്, അസ്കലോൻ, ന്യായാധിപന്മാരുടെ പുസ്തകം, ശമൂവേലിന്റെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ഇവയിലെല്ലാം ഈ ഫെലസ്തീയ പ്രഭുക്കന്മാർ താമസിച്ചിരുന്നതായ ഈ 5 പട്ടണങ്ങളെ കാണുവാൻ സാധിക്കും. നാം ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം പഠിക്കുന്നതായ സന്ദർഭത്തിൽ അതിന്റെ 6-7 വാക്യങ്ങൾ, 1-ാം അധ്യായം ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കാൻ. ഓക്കെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം അവർ ഏതോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കിക്കളയുകയില്ല. ഞാൻ ഗസയുടെ മതിലിന് അരികത്ത് ഒരു തീ അയക്കും, അത് അതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മതി. ഇവിടെ നിങ്ങൾ 1-2 ആമോസിന്റെ പ്രവചനം സമയം കിട്ടുമ്പോൾ ആമോസിന്റെ പ്രവചനം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ 8 രാജ്യങ്ങളെ പറ്റി ദൈവം അവർക്ക് വരുത്തുവാൻ പോകുന്ന ന്യായവിധികളെ പറ്റിയുമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു പദപ്രയോഗം പണ്ട് ഒത്തിരി നാൾ മുമ്പ് ഞാൻ ഓക്ലഹോമ പ്രെയർ ലൈനിലെ ആമോസിന്റെ പ്രവചനം പഠിപ്പിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ഓർപ്പിച്ചതാണ്. നമുക്ക് അവിടെ ഒരു പദപ്രയോഗം കാണാനായിട്ട് സാധിക്കും. 3-4 അതിക്രമങ്ങൾ നിമിത്തം 8 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് 1-2 അധ്യായങ്ങളിൽ. അതിന്റെ അന്നത്തെ ഒരു പദപ്രയോഗമാണ്. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ക്ഷമയുടെ ആ പലക അതിന്റെ അന്ത്യം വരെ പോയി ശിക്ഷിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ അഥവാ കവിഞ്ഞ് ഒഴുകുന്ന പാപം ആണ് 3-4 അകൃത്യ നിമിത്തം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ ഗസയിലെ
അഥവാ പാലസ്തീനിയൻസ് യെരുശലേമിനെ 3 പ്രാവശ്യം ആക്രമിച്ച കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് 8 തവണ പറയുന്നുണ്ട്. 3 4 അതിക്രമങ്ങൾ നിമിത്തം ദൈവം ശിക്ഷിക്കുന്ന അത് യെരുശലേമിനെ നിങ്ങൾ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നോർത്തേൺ കിങ്ഡമായ ഇസ്രയേലിനെയും സദേൺ കിങ്ഡമായ യഹൂദിയെയും ശിക്ഷിക്കുന്നതും 3-4 അതിക്രമങ്ങൾ നിമിത്തമാണ്. അത് നമുക്കൊരു വലിയ ഗുണപാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ അവ കുന്നുകൂടുമ്പോൾ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. അത് സോദോം ഗൊമോറയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഭൂമിയിൽ പാപം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പാപം ഒരു തമാശായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് 2ാമത്തെ മൂവി വരികയാണ് കേരളത്തിൽ, എമ്രാൻ എന്ന് പറയുന്ന മൂവി. ആക്ച്വലി ലൂസിഫറിനെ പറ്റിയുള്ള മൂവിയാണത്. അപ്പോൾ നോക്കുക, അത് ചെയ്യാനോ അങ്ങനെ ഒരു മൂവി കൊണ്ടുവരുവാനോ അത് പോയി കാണുന്നവരിൽ കൂടുതലും ക്രിസ്ത്യാനികളാണ്. പാപം അങ്ങോട്ട് മുഴുത്തെ പഴുത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സർവ്വലോകത്തിലുമുള്ളത്. അത് ക്രിസ്തീയ സമൂഹത്തിലും ഒട്ടും കുറവല്ല. അതിന്റെ അർത്ഥം ദൈവം ഇനിയും ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. എന്നാലും ദൈവത്തിന്റെ കൂടെയുള്ള വാണിംഗ് കേട്ടിട്ട് കേൾക്കാതിരുന്നാൽ ദൈവം ശിക്ഷിക്കും. അങ്ങനെ ഫെലസ്ത്യരെ ശിക്ഷിക്കുന്ന കാര്യമാണ്, അവരുടെ കവിഞ്ഞൊഴുകുന്ന പാപമാണ് അവിടെ പറയുന്നത്. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ. അത് ഫെലസ്ത്യരെ പറ്റി മാത്രമല്ല, ഞാൻ ഓർപ്പിച്ചുവല്ലോ, 8 രാജ്യങ്ങളെ പറ്റി 8 പ്രാവശ്യം 3-4 അതിക്രമങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് കവിഞ്ഞൊഴുകുന്ന പാപത്തെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ 2007-ലോ 2005-ലോ വേറെ ഇപ്പോഴോ യെരുശലേമിനെ പലസ്തീൻകാർ ആക്രമിച്ച കാര്യങ്ങളോ അതൊക്കെ ദൈവവചനപ്രകാരമുള്ള വ്യാഖ്യാനങ്ങളല്ല. ഇതാണ് അത്. സാമാന്യമായ വലിയ റോക്കറ്റ് സയന്റിസ്റ്റ് ഒന്നും ആകേണ്ട ആവശ്യമില്ല. ആമോസിന്റെ പ്രവചനം 1-2 അധ്യായം വായിച്ചാൽ മാത്രം മതി. അപ്പോൾ 3-4 അതിക്രമങ്ങളുടെ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഫലസ്തീനരുടെ പാപത്തെ പറ്റിയും ദൈവം അവരെയും ശിക്ഷിക്കുന്നതിനെ പറ്റിയും പ്രത്യേകം പറയുന്നു. അപ്പോൾ പാപത്തിൽ നിന്ന് ദൈവത്തിന്റെ ശിക്ഷയിൽ നിന്നും ഒരുത്തരും ഒഴിഞ്ഞിരിക്കത്തില്ല എന്ന് 1-2 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിനകത്ത് പലസ്തീൻകാരുണ്ട്, ഏദോമ്യരുണ്ട്, സിറിയക്കാരുണ്ട്, ദമസ്കോസിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് അവസാനമായിട്ട് പറയുന്ന 2 രാജ്യങ്ങള്, ഒന്ന് യഹൂദയാണ്, 2 ഇസ്രയേലാണ്. അവരെയും ശിക്ഷിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രവാസ ജീവിതം ഭയത്തോടെ കഴിക്കണം. നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവം നന്നായി കാണുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും നമുക്ക് ഗുണപാഠമായിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമുക്ക് പ്രത്യേകമായി അങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാണ് നമുക്ക് ഇവർ പലസ്തീൻ നാട്ടിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ചില കാര്യങ്ങൾ മാത്രം, പൂർണ്ണമായിട്ട് ഇന്ന് പഠിക്കുവാൻ ഒക്കത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം. അതിനകത്ത് ഹല്ലേലൂയ ചില വേദഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 26-ാം വാക്യം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ അബ്രഹാം പലസ്തീൻ നാട്ടിൽ വന്നപ്പോൾ തന്നെ ഫെലസ്ത്യർ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾ ജൂയിഷ് റാബാനിക്കൽ സ്റ്റഡീസും പലസ്തീൻ നാടിന്റെ
ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസും പഠിക്കുമ്പോൾ അബ്രഹാം പലസ്തീൻ നാട്ടിൽ വന്ന കാലത്തിന് തന്നെ അതിനോടനുബന്ധിച്ച് ഈ ഫലസ്തീനും കപ്തോരിൽ നിന്നും പലസ്തീൻ നാട്ടിൽ വന്നു പാർത്തവരാണ്. വായിച്ചാട്ടി വേദഭാഗങ്ങൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. 20:1-2 അനന്തരം അബ്രഹാം അവിടെ നിന്ന് തെക്കേ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ കൂടിയിരുന്നു ഗരാരിൽ പരദേശിയായി പാർത്തു. അബ്രഹാം തന്റെ ഭാര്യ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങളെന്ന് പറഞ്ഞു. 21:22 അക്കാലത്തെ അബീമലേക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു. നിന്റെ സകല പറയുന്നത് അബീമലേക്ക് എന്ന് പറയുന്ന ഉൽപ്പത്തി 20, 21, 26 ഈ അധ്യായങ്ങളിൽ കാണുന്ന അബീമലേക്ക് ഫെലസ്തീയ രാജാവാണ്. അബീമലേക്ക് എന്ന പേര് ഞാൻ അത് തെളിയിക്കാം. ഞാൻ പറയുമ്പം 26 ഉൽപ്പത്തി പുസ്തകം 26 1-ാം വാക്യവും 26 26-ാം വാക്യം കൂടെ വായിക്കുമ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ ഫെലിസ്ത്യരുടെ രാജാവായ അബീമലേക്ക്. അപ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും കാലത്ത് പലസ്തീൻ നാട്ടിൽ ഫെലിസ്ത്യരുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരെ അബ്രഹാമിനെ മായിട്ട് ഉടമ്പടി ചെയ്യുന്ന അബീമലേക്കിനെ കാണാൻ സാധിക്കും. അബീമലേക്കിനോട് അബ്രഹാമും ഇസ്ഹാക്കും ശകാരിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. കാരണം അവരെ കുഴിച്ച കിണറ് ഫെലിസ്ത്യർ മൂടിക്കളഞ്ഞുവെന്ന് 20, 21 അധ്യായങ്ങൾ നിങ്ങൾ വീട്ടിൽ 26 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 26 ഒന്ന് വായിച്ചേ. അനന്തരം അബീമലേക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫീക്കോലും ഗരാരിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു. ഇവിടെ ഫെലിസ്ത്യരെ 26:1 ഫെലിസ്ത്യർ കാണാൻ സാധിക്കും. ഈ അബീമലേക്ക് എന്ന അബീമലേക്ക് എന്ന പേരിന്റെ അർത്ഥം അബി 2 എബ്രായ വാക്കാണ്. അബീമേലക്. മേലക് എന്ന് പറഞ്ഞ രാജാവ്, അബി എന്ന് പറഞ്ഞ ഫാദർ കിങ് എന്നാണ് അതിന്റെ അർത്ഥം. അബീമലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ എബ്രായ വ്യാഖ്യാനം എന്ന് പറയുന്നത് മൈ ഫാദർ ഈസ് കിങ് എന്നാണ്. ഈ ഈജിപ്തിലെ രാജാക്കന്മാരെ എല്ലാം ഫറോ എന്ന് പറയുന്നത് പോലെ ഫെലിസ്ത്യരുടെ രാജാക്കന്മാരെ എല്ലാം ശൗലിന്റെ കാലത്തും ശമൂവേലിന്റെ കാലത്തും ദാവീദിന്റെ കാലത്തും ഒക്കെ അബീമലേക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് നിങ്ങൾ ശമൂവേലിന്റെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം ഇവ പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. സമയലാഭത്തിനു വേണ്ടി ഞാൻ റെഫറൻസ് എടുത്ത് പറയുന്നില്ല. അപ്പൊ അബീമലേക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അവർക്ക് വേറെ പ്രത്യേക പേരുകളുണ്ട്. ഫറോയ്ക്ക് വേറെ പേരുകൾ ഉള്ളതുപോലെ ഫറോ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അങ്ങനെ അബീമലേക്ക് എന്ന് പറയുന്ന പേര് ഫെലിസ്ത്യരുടെ രാജാക്കന്മാർക്കുള്ള പേരാണ്. അബ്രഹാമിന്റെ കാലം മുതൽ നമുക്ക് അവരെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കടന്നു വന്നതായ സന്ദർഭത്തിൽ ഇവരവിടെ ഉണ്ടായിരുന്നു. ഇനി ചില വേദഭാഗങ്ങൾ നമ്മുടെ ബുദ്ധിക്കായി വായിക്കാം. ഇസ്രയേൽ മക്കൾ പലസ്തീൻ നാട്ടിൽ കനാൻ നാട്ടിൽ വന്നപ്പോൾ 7 ജാതികളെയാണ് അവർ മാറ്റിയത്. എന്നാൽ അവർ മാറ്റാത്ത ജാതികളാണ് ഒരു ഗ്രൂപ്പാണ് ഫെലിസ്ത്യർ. ഇവരെ എന്തുകൊണ്ട് ദൈവം അന്ന് എല്ലാവരെയും തുടച്ചു മാറ്റിയപ്പോൾ ഇവരെ ദൈവം എന്തുകൊണ്ട് തുടച്ചു മാറ്റിയില്ല? അവിടെ
യഹൂദന്മാരുടെ ഇടയിൽ ജീവിക്കുവാൻ സമ്മതിച്ചു എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണമെന്ന്. അത് മനസ്സിലാക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ ചില വേദഭാഗങ്ങൾ വായിച്ചെന്നെ സഹായിക്കണം. ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 3 കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ജാതികളെ നിന്റെ ദൈവമായ യഹോവ കുറേശ്ശെയായി നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളയും. കാട്ടുമൃഗങ്ങൾ പെരുകി നിനക്ക് ഉപദ്രവമാകാതിരിപ്പാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ. അപ്പോൾ ഈ ജാതികളെ എല്ലാരെയും ഒത്തിരി പേരെ പൂർണ്ണമായി നശിപ്പിച്ചു. കനാന്യർ, ഫെരസ്യർ, ഹിബ്ബിയർ, ഗിർഗസ്യർ, യെബൂസ്യർ ഇങ്ങനെയൊക്കെ ഉള്ളവരെ പൂർണ്ണമായി തകർത്ത് കളഞ്ഞെങ്കിൽ തന്നെയും ഈ ഫെലസ്ത്യരെ പോലെ ഉള്ളവരെ അവിടെ നിൽക്കുവാൻ സമ്മതിച്ചത് അവരെ അവിടെ നിന്നാൽ അന്നത്തെ കാലത്തെ കാട്ടുമൃഗങ്ങളൊന്നും ഇവരെ ഉപദ്രവിക്കത്തില്ല. ഒരു റീസൺ ദൈവം പറഞ്ഞതാണ്. ഇനിയും വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേലിനെ ഒക്കെയും പരീക്ഷിക്കേണ്ടതിന് യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാവിത്. ഫെലിസ്ത്യരുടെ 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കാട്ടുമൃഗങ്ങൾ കയറി ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്. രണ്ടാമതായിട്ട് ഇവിടെ ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ച് അവർ പരീക്ഷയിൽ അബ്രഹാം ജയിച്ചതുപോലെ ജയിക്കേണ്ടതിന്. മൂന്നാമതായിട്ട് അവർ യുദ്ധം അഭ്യസിക്കേണ്ടതിന് ഒക്കെയുമാണ്. 3 കാരണമാണ് ഈ ഫെലിസ്ത്യരെയൊക്കെയും പൂർണ്ണമായി മാറ്റാതെ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ പരീക്ഷിക്കുന്ന പരീക്ഷകൻ സാത്താനാണ്. എന്നാൽ കർത്താവ് നമ്മെ പരീക്ഷിക്കുമ്പോൾ നന്മയ്ക്കായുള്ള പരീക്ഷയാണ്. സാത്താന്റെ മറ്റൊരു പേരാണ് പരീക്ഷകൻ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. സാത്താനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അപ്പൊ നമ്മെ ദോഷത്തിനായി പരീക്ഷിക്കുന്നത് സാത്താനാണ്. നന്മയ്ക്കായി നമ്മളെ ചില ശോധനയിൽ കൂടെ കടന്നു പോകുവാൻ യഹോവയായ ദൈവം അനുവദിക്കും. അതൊക്കെ ഇയ്യോബിന്റെ കാലത്ത് എന്നതുപോലെയും ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ ദൈവം ചെയ്ത് നന്മയ്ക്കാക്കി മാറ്റിയതുപോലെയും ദൈവം നമ്മെ ചില ക്ലാസ്സുകളിൽ കൂടെ വിടുന്നത് നന്മയ്ക്കായി മാറുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ടാണ് കപ്തോരിൽ അഥവാ സൈപ്രസിൽ നിന്നും കടന്നു വന്ന, അതായത് അബ്രഹാമിന്റെ കാലം 2000 14,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കണക്ക് കൂട്ടി മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ 4,000 to 5,000 ഇയേഴ്സിന്റെ കാലത്തിന് മുമ്പേ ഈ ഫെലസ്ത്യർ അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവരെ പറ്റി ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആ ഉദ്ദേശത്തിന്റെ ഒരു പ്രധാന കാര്യം ഇസ്രായേൽ മക്കൾ അവിടെ പാർക്കുമ്പോൾ അവരുടെ ഇടയിലുള്ളതായ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ഈ ഫെലസ്ത്യരും ദൈവമക്കളായി തീരുക എന്നുള്ളതാ ദൈവത്തിന്റെ മറ്റൊരു ഉദ്ദേശമായിരുന്നു. ദൈവം നമ്മെ നമ്മുടെ ചുറ്റുപാടും ജാതികളും മോശമായി നടക്കുന്ന ആൾക്കാരും ഉള്ളപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നമ്മെപ്പറ്റി നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് മറ്റുള്ളവർ കർത്താവിങ്കലേക്ക് വരിക എന്നുള്ളതാണ്. എന്നാൽ ഇസ്രായേൽ മക്കൾ അങ്ങനെ ചെയ്തില്ല എന്ന് കാണാൻ സാധിക്കും. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുന്നതായ സന്ദർഭത്തിൽ ഫെലിസ്ത്യരെ പറ്റി വളരെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫെലിസ്ത്യരെ പറ്റി ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലെ 3-ാം അധ്യായത്തിലെ 14 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളില്
ഫെലിസ്ത്യരെ പറ്റിയാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ശിംശോനെ തകർത്ത 3 സ്ത്രീകളും ഫെലിസ്ത്യരായിരുന്നു എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഫെലിസ്ത്യർ വിഗ്രഹ സേവികളായിരുന്നു. അവരുടെ വിഗ്രഹത്തിന്റെ പേരാണ് ദാഗോൻ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാഗോനെ പറ്റി പല ഇടങ്ങളിൽ കാണാൻ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേൽ 4-5 അധ്യായങ്ങളിൽ ദാഗോൻ എന്ന അവരുടെ വിഗ്രഹത്തെ പറ്റി, അവരുടെ ദേവനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫെലിസ്ത്യരെ ഇസ്രയേൽ മക്കളുടേതായിട്ടുള്ള നിയമപ്പെട്ടകം ഏലിയുടെ മക്കളുടെ ദുഷ്ടത നിമിത്തം, ഇസ്രയേൽ മക്കളുടെ പാപം നിമിത്തം പിടിച്ച് അത് ഫെലിസ്ത്യ ദേശത്ത് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചതിന് ശേഷം അവിടെ ദാഗോൻ മറിഞ്ഞു വീഴുന്നു. അതിന്റെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു പോകുന്നു. ഒടുവില് ഫെലിസ്ത്യർക്ക് കഠിനമായ പ്ലേഗ് ബാധ ഉണ്ടാകുന്നു. മൂലക്കുരു ഉണ്ടായിട്ട് അവരവിടെ നിന്ന് ദൈവത്തിന്റെ നിയമപ്പെട്ടകം വീണ്ടും ഇസ്രയേലിലേക്ക് അയക്കുന്നതൊക്കെ ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ആ ഭാഗം നിങ്ങളെ സമയം കിട്ടുമ്പോൾ സെഫന്യാവിന്റെ പുസ്തകത്തിലെ ഇസ്രയേൽ മക്കളുടെ ഒരു പാപത്തെ പറ്റി ഉമ്മരപ്പടി ചാടിക്കടക്കുന്നവർ എന്ന് സെഫന്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു. അത് പറയുവാനുള്ള കാരണം ഇസ്രയേൽ മക്കൾ ഈ ദാഗോൻ ഉമ്മരപ്പടിയിൽ വീണാണ് കൈയും കാലും ഒക്കെ തകർന്നു പോയത്. അപ്പോൾ ഈ ഫെലിസ്ത്യർ എന്ത് ചെയ്യും? ഉമ്മരപ്പടി ചവിട്ടത്തില്ല. കാരണം അവരുടെ വിഗ്രഹദേവൻ അവിടെ വീണ കൈയും കാലും ഒടിഞ്ഞു പോയത്. ഇത് ഇസ്രയേൽ മക്കൾ അവരുടെ കഠിന പിന്മാറ്റ സന്ദർഭത്തിൽ അവരും ചവിട്ടാതിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന കാൽക്കീഴാക്കിയിട്ട് ചവിട്ടിക്കളയണമെന്ന്. അപ്പോൾ ഇസ്രയേൽ മക്കളുടെ പാപത്തെ പറ്റി സെഫന്യാവ് പറയുമ്പോൾ ഉമ്മരപ്പടി ചാടിക്കടക്കാത്തവരെന്നൊക്കെ പറയുന്നു. അപ്പൊ നമുക്കത് ഇപ്പോൾ അത് വിവരിക്കാൻ സമയമില്ല. ഇതാണ് ഫെലിസ്ത്യർ എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദാവീദിന്റെ കാലത്ത് നമുക്കറിയാം ശമൂവേലിന്റെ കാലത്ത് ഫെലിസ്ത്യരെ ആദ്യം ഫെലിസ്ത്യർ തോൽപ്പിച്ചെങ്കിലും പിന്നീട് ഫെലിസ്ത്യർ തോൽപ്പിക്കപ്പെടുന്നു. ശൗലിന്റെ ആദ്യകാലങ്ങളിൽ 14-ാം അധ്യായം 1 ശമൂവേൽ 14-ാം അധ്യായം മുതൽ ഫെലിസ്ത്യരെ തോൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ശൗല് പാപം ചെയ്ത് മന്ത്രവാദിനിയായ ഒരു സ്ത്രീയുടെ അടുക്കൽ, ആഭിചാരം നടത്തുന്ന ഒരു സ്ത്രീയുടെ അടുക്കൽ ചെന്നിട്ട് ലക്ഷണവിദ്യ പോയത് കൊണ്ടും ദാവീദിനെ കൊല്ലുവാൻ നോക്കിയത് കൊണ്ടും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് പോയത് കൊണ്ടും അതുപോലെ തന്നെ 80-ൽ പരം പുരോഹിതന്മാരെ നിർദാക്ഷിണ്യം കൊന്നതുകൊണ്ടും തന്റെ പാപം പഴുത്ത് പൊങ്ങിയത് കൊണ്ട് ഒരു കാലത്തെ താൻ തോൽപ്പിച്ച ഫെലിസ്ത്യർ ഹല്ലേലൂയ ശൗലിനെ തോൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഫെലിസ്ത്യർ തോൽപ്പിച്ചാണ് ശൗൽ ആത്മഹത്യ ചെയ്യുന്നത്. 31-ാം അധ്യായം 1 ശമൂവേൽ 30-31 അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നീട് നാം നോക്കുന്നതായ സന്ദർഭത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ട് നമുക്ക് കാണുന്ന 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ ഫെലിസ്ത്യ മല്ലനാകുന്ന ഗോലിയാത്തിനെ ദാവീദ് തോൽപ്പിക്കുന്നതും കൊല്ലുന്നതും കാണാൻ സാധിക്കും. ദാവീദിന്റെ കാലം നോക്കുമ്പോൾ 2 ശമൂവേൽ ക്രോണിക്കൽസ് ഒക്കെ പഠിക്കുമ്പോൾ ദാവീദ് ഫെലിസ്ത്യരെ നിർദാക്ഷിണ്യം തോൽപ്പിച്ചത് കാണാൻ സാധിക്കുന്നു. കൂടെ വരുന്നു. അപ്പോൾ അന്ന് മുതല് ഈ അബ്രഹാമിന്റെ കാലത്ത് അവരുടെ കിണറ് മൂടിക്കളഞ്ഞതുപോലെ, ഇസഹാക്കിന്റെ കിണറ് മൂടിക്കളഞ്ഞതുപോലെ, എന്നാൽ അവരുടെ ജീവിതത്തിൽ കൂടെ ദൈവം അവരോടുകൂടെ ഉണ്ട് എന്ന് അബീമേലെക്ക് മനസ്സിലാക്കി നിയമം ചെയ്യാൻ വന്നു. നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഉപദ്രവിക്കുന്നവരാണെങ്കിലും ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാൽ വലിയ വ്യത്യാസമുണ്ട്. ശത്രുക്കളും നമ്മുടെ പക്ഷത്ത് കടന്നു വന്ന് നമ്മുടെ വിശ്വാസത്തിലേക്ക് വരുവാൻ തക്കവണ്ണം
കാരണമാകും. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിലുള്ള സമയം പോയി, എനിക്ക് എല്ലാം ഒന്നും പറയുവാനായിട്ട് ഇനിയും ഒക്കത്തില്ല. ഞാൻ പെട്ടെന്ന് പറയാം. അങ്ങനെയാണ് ഫലസ്തീനെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ക്രിസ്തുവിന്റെ സമയം കഴിഞ്ഞ് ക്രൂസൈഡേഴ്സ് കുറെ കാലം പലസ്തീൻ നാട് പിടിച്ചടക്കിയത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒറ്റാമാൻ, ഞാൻ മുമ്പേ ഓർപ്പിച്ചതായ ടർക്കി, അവര് ഈ പലസ്തീൻ നാട് ഏതാണ്ട് 400 വർഷത്തോളം കീഴടക്കിയതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം 1917 ബാൽഫോർ വിളംബരത്താൽ ബ്രിട്ടീഷുകാർ ചെന്ന് സമാധാനത്തോടുകൂടെ ഈ തുർക്കികളിൽ നിന്നും ഈ പലസ്തീൻ നാട് പിടിച്ചടക്കുകയും യഹൂദന്മാർക്ക് അവിടെ ചെന്നു പാർക്കുവാൻ അവസരം ലഭിക്കുകയും 1948 പലസ്തീൻ നാടിലെ ഒരല്പദേശം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്നത്തെ പലസ്തീനികൾ എന്ന് പറയപ്പെടുന്ന അവരുടെ ആ വിസ്തീർണം എന്ന് പറയുന്നത് 35 കിലോമീറ്റർ നീളവും 7 കിലോമീറ്റർ വീതിയുമുള്ളതായ ഒരു ചെറിയ രാജ്യമാണത്. അവിടെയാണ് ഇപ്പോൾ ഹമാസ് ആണ് ഭരിക്കുന്നത്. ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് സമയമില്ല. ഇനി ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് നിർത്താൻ പോകുകയാണ്. അതിനുള്ള സമയമേ ഉള്ളൂ, 5 മിനിറ്റേ എനിക്കുള്ളൂ. നിങ്ങള് യെഹെസ്കേൽ പ്രവചനം 47 അതിന്റെ 20 മുതലുള്ളത് പെട്ടെന്ന് വായിച്ച് ഞാൻ അവിടെ നിർത്താൻ പോകാം. 47 യെഹെസ്കേൽ 47 20 മുതൽ വായിച്ചു. പടിഞ്ഞാറ് ഭാഗമോ തെക്കേ അതിർ മുതൽ ഹമാത്തിലേക്കുള്ള തിരിവിന്റെ അറ്റം വരെയും മഹാസമുദ്രമായിരിക്കണം. അത് പടിഞ്ഞാറേ ഭാഗം. ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തക്കവണ്ണം വിഭാഗിച്ചു കൊള്ളണം. നിങ്ങൾ അതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പരദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കണം. അവർ നിങ്ങൾക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ സ്വദേശികളെ പോലെ ആയിരിക്കണം. നിങ്ങളോടുകൂടെ അവർക്കും ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം. പരദേശി സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഇന്ന് വൈദികളായിരിക്കുന്ന പലസ്തീൻകാരും ഇസ്ലാമിൽ ഒരു നല്ല ഭാഗവും അവർ കർത്താവിനെ മശിഹയെ അംഗീകരിക്കുകയും മുഹമ്മദിന്റെയും മറ്റും കാര്യങ്ങൾ ഭോഷത്വമായിരുന്നുവെന്നും അത് സാത്താന്യമായ വഴിയായിരുന്നുവെന്നും മനസ്സിലാക്കി വിശേഷാൽ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ഒരു വലിയ കൺവേർഷൻ ഉണ്ടാകുകയും ചെയ്യും. വാസ്തവത്തിൽ ഇനിയും ഉണ്ടാകുവാൻ പോകുന്ന യുദ്ധം, ഇപ്പോൾ നടക്കുന്ന യുദ്ധം അതിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് പ്രാവചനികമായി നാം ചിന്തിക്കേണ്ടത്. എന്നാൽ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുവാൻ സമയമില്ല. വേറൊരു സന്ദർഭത്തിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം. അങ്ങനെ യെഹൂദക്രിസ്തുവിന്റെ കാലത്ത് അടുത്ത യുദ്ധത്തിൽ ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ പോകുന്ന യെഹെസ്കേൽ 38, 39 അധ്യായങ്ങളിൽ കാണുന്ന വരുവാനുള്ള യുദ്ധത്തെപ്പറ്റി. ആ യുദ്ധത്തിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം അത്ഭുതമായി രക്ഷപ്പെടുത്തുന്നതൊക്കെയും കാണുമ്പോൾ ഫലസ്തീനിയരുടെ ഇടയിൽ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. ഇന്ന് ശത്രുക്കളായിരുന്നവർ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ ഇസ്ലാം എന്നൊരു മതം പിന്നുണ്ടായിരിക്കയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് യഹൂദന്മാരുണ്ടായിരിക്കും. അവരുടെ മശിഹയുമായി വാഴുന്ന സന്ദർഭത്തിൽ അവരോടൊത്ത് ഇവർക്കും അവകാശം ലഭിക്കും. ഒന്നിച്ച് താമസിക്കും. അവരന്ന് ശത്രുക്കളായിരിക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി മശിഹ തമ്പുരാൻ ഹല്ലേലൂയ സമാധാന പ്രഭു വാഴുകയാണ്. ഇന്ന് കാണുന്ന ഈ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെയും നാശത്തിലേക്ക് നടത്തുമ്പോൾ നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്ന് 1000 ആണ്ട് ഭൂമിയെ വാഴുമ്പോൾ ഹല്ലേലൂയ അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം
ഈ ആയുധങ്ങളൊക്കെയും തൂമ്പയായിട്ടും കൊഴുക്കളാക്കിയിട്ടും ഒക്കെ മാറ്റി അത് കൃഷിക്ക് ഉപയോഗിക്കുന്നതായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. ഇന്ന് ഈ വലിയ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഹല്ലേലൂയ നമ്മുടെ കർത്താവ് വരുന്ന സന്ദർഭത്തിൽ ഈ ടെൻഷനൊക്കെയും മാറി ഒരു സ്നേഹത്തിന്റെ ഒരു ബാനർ അവർക്ക് ഇസ്രയേൽ മക്കൾക്കും ഫലസ്തീൻകാർക്കും അവർക്ക് എതിരായിട്ട് ഇസ്രയേൽ മക്കൾക്ക് എതിരായി നിൽക്കുന്നതായ ഇന്നത്തെ അറാബ് വേൾഡിന് 57 രാജ്യങ്ങളാണ്. അവരെല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണ് ഇസ്രയേലിനെതിരായിട്ട്. യുദ്ധം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതായ നോട്ടം അതൊന്നും നമുക്കിപ്പോൾ ചിന്തിക്കുവാൻ സമയമില്ല. ഉണ്ടാകുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എന്ത്, അതൊക്കെയും വേറൊരു സന്ദർഭത്തിൽ പ്രാവചനികമായി നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഈ ഫലസ്തീയർക്ക് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ ഒന്നിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം അവകാശം ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അവർക്ക് പൂർണ്ണമായ ഒരു നാശമില്ല. എന്നാൽ ഹമാസിനെ പോലെയുള്ളതായ ഉപദ്രവകാരികളായിട്ടുള്ള ആൾക്കാർക്ക് നാശമുണ്ടാകും എന്ന് ഒരു ഫിൽറ്ററിങ് നടക്കും. അത് യഹൂദന്മാരുടെ ഇടയിലും നടക്കും. ഇന്ന് കാണുന്ന യഹൂദന്മാരിൽ 2 നശിച്ചു പോകും എന്ന് ദൈവവചനം പറയുന്നു. അതുപോലെ പലസ്തീനികളുടെ ഇടയിലും ഇന്ന് കാണുന്ന അറാബ് വേൾഡിലും ഇന്ന് കാണുന്ന ലോകത്തിലും ഒരു വലിയ ഫിൽറ്ററിങ് നടക്കും. അതിൽ വിശുദ്ധന്മാർ പുറത്തു വരും എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവവചനം കേട്ട നിങ്ങളെ തിരുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവത്തെ ഇന്ന് രാത്രി കാലം നമുക്ക് കേൾപ്പാൻ ഇടയായി തീർന്നുവല്ലോ. കർത്താവിന്റെ ദാസന് വചനത്തിന്റെ വാതിൽ മഹാദൈവം തുറന്നു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ആരംഭിച്ച് അനേക വേദഭാഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. ഈ രാത്രി കാലം യുദ്ധം നടക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ, ശത്രുക്കൾ മിത്രങ്ങളാകുവാൻ തക്കവണ്ണമാകും നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി ഫെലിസ്ത്യരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരൊക്കെ മിത്രങ്ങളായി മാറണം. ദൈവസ്നേഹം അവരിലേക്ക് കടന്നു ചെല്ലണം. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് നശിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ദൈവസ്നേഹം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അങ്ങനെ ശത്രുക്കൾ നശിച്ചു പോകാതെ ദൈവത്തിന്റെ മക്കളായി മാറുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. യിരെമ്യാ പ്രവചനം 47:4 കർത്താവിന് വെളിപ്പെട്ടതാ നമ്മളെ ഓർമ്മിപ്പിച്ച് പരിശുദ്ധാത്മ നിയോഗത്താൽ ഫെലിസ്ത്യരെയൊക്കെയും നശിപ്പിക്കാൻ സോരിലും സീദോനിലും ശേഷിച്ചിരിക്കുന്ന സകല സഹായന്മാരെ ഛേദിച്ചു കളയുവാനും ഉള്ള ദിവസം ഹല്ലേലൂയ വരുന്നത് കൊണ്ട് തന്നെ ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെയും നാം യുദ്ധങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ തമ്മിലടിച്ച് നശിച്ചു പോകാതെ വണ്ണം കർത്താവിന്റെ വഴിയിനായി ഇവരെല്ലാം ഒരുങ്ങണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയായിരിക്കുന്നു. ശത്രുക്കൾ നശിച്ചു പോകുവാനല്ല. ഹല്ലേലൂയ, അസമാധാനമുള്ള അവിടെ സമാധാനം സ്ഥാപിക്കപ്പെടണം. ഹല്ലേലൂയ, സ്തോത്രം. ഓർക്കാപ്പുറത്താകുന്നതിൽ ഇസ്രായേലിനെ അടിച്ച് തകർത്ത ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ നമ്മൾ ഹല്ലേലൂയ അറിവായ സമയം മുതലേ കേൾക്കുന്ന ഒന്നാകുന്ന ശത്രുക്കൾ അവരെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, അവരൊക്കെ മിത്രങ്ങളായി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ എത്രമാത്രം ശത്രുക്കളായിരുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ ജനനത്തിൽ പോലും തകർത്തു കളയാൻ നശിപ്പിച്ചു കളയാൻ നോക്കിയ ശത്രു ഹല്ലേലൂയ ദുഷ്ടപിശാച് അന്നും ഇന്നും ഒരുപോലെ ശത്രുക്കൾ ഹല്ലേലൂയ പെരുകിക്കൊണ്ടിരിക്കാവും. നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ശത്രുക്കളെല്ലാം ദൈവത്തിന്റെ മക്കളായി മാറണം. അതാവും നാം പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ, ദൈവസ്നേഹങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലണം. ഹല്ലേലൂയ, സ്തോത്രം. അനേക വേദഭാഗങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അത് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് വചനത്തിന്റെ പൊരുളൊക്കെ പരിശുദ്ധാത്മ നിയോഗത്താൽ വെളിപ്പെട്ട ദാസൻ അത് ഹല്ലേലൂയ തിരിച്ച് പഠിപ്പിച്ചുവല്ലോ. നിങ്ങൾ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചിട്ട് വചനപ്രകാരം ജീവിപ്പാൻ ഈ ലോകത്തിലെ യാതൊരു അശുദ്ധിയും മാലിന്യങ്ങളും ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ കയറാതെ വണ്ണം വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽപ്പാൻ അവിടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഫെലിസ്ത്യർ അന്നും ഹല്ലേലൂയ പഴയ നിയമം പഠിക്കുമ്പോൾ
ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ ശത്രുക്കളായി ഹല്ലേലൂയ യുദ്ധത്തിന് കടന്നു വരുന്നതായ ഹല്ലേലൂയ നിങ്ങൾ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ ഒക്കെയും ദൈവങ്ങളുടെ തലമുറകൾ വലിയ ശത്രുക്കൾ മിക്കളങ്ങളായി മാറുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മക്കളാണ് ആകണമല്ലോ എല്ലാവരും. കർത്താവേ സ്തോത്രം. അവിടുത്തെ ഹല്ലേലൂയ സൃഷ്ടിപ്പാണല്ലോ ദൈവമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അവിടുത്തെ വചനത്തിലാണ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ദൈവമേ. സ്തോത്രം സ്തോത്രം. എല്ലാ ശത്രുക്കളായി ജീവിക്കുന്നവർ, ദൈവമക്കളെ ഉപദ്രവിക്കാൻ കടന്നു വരുന്നവരെല്ലാം അവിടുത്തെ സ്നേഹയുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ, അവർ ദൈവത്തിന്റെ മക്കളായി മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുമേനി അരുളി ചെയ്തിരിക്കുന്നതൊക്കെ ഹല്ലേലൂയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അനർത്ഥത്തെ കുറിച്ച് അനുഭവിക്കുന്ന ദൈവമാകുന്നു. ഹല്ലേലൂയ നിനവയെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവം നിനവയിലെ മാനസാന്തരം കണ്ട് ഹല്ലേലൂയ അവിടുന്ന് ഹല്ലേലൂയ ന്യായയുടെ കൈ പിൻവലിച്ച ദൈവമാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദേശത്തിന്മേൽ പട്ടണങ്ങളുമേ രാജ്യത്തിന്മേൽ രാജ്യങ്ങളുമേൽ അവിടുത്തെ അനുഗ്രഹങ്ങൾ പകരണമേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും അറിവിനായി ഒരുങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം കർത്താവെ സംബന്ധിച്ച എല്ലാ മക്കൾക്കായി സ്തോത്രം. പ്രയറിൽ നടത്തുന്ന മക്കൾക്കായി സ്തോത്രം. വചനം സംസാരിച്ച ഭക്തനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രയറിൽ ഓരോ സെക്ഷനിലും കടന്നു വന്ന് പാട്ട് പാടുന്നവര്, വചനം സംസാരിക്കുന്നവര്, അതിലെ കടന്നു വന്ന് എല്ലാവർക്കായി സ്തോത്രം. രാത്രിയിലും പാട്ട് പാടിയ മകനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. രാത്രി സുഖവർക്കങ്ങൾക്ക് രാത്രിയിൽ എഴുന്നേറ്റ് തിരുമേനിയോട് പ്രാർത്ഥിപ്പാനും ഒക്കെ നിങ്ങളെ സഹായിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആർക്കും ഒരു ദോഷവും വരാതെ കാത്തുകൊള്ളും. മഹത്വം കർത്താവിന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണം. സ്വർഗസ്ഥ പിതാവേ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുനഃപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശിസും എല്ലാവരും നടന്ന് വലിയ വിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും എല്ലാ മക്കളുടെ മേലും പൂലോട് സകല വിശുദ്ധന്മാരുടെ മേലും ഇന്ന് വന്ന കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് us all. കുരിശിരക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. കുരിശിരക്തം ചൊരിഞ്ഞു വീണ്ടെടുത്താവിയെ നൽകിയവൻ, എനിക്ക് ആവിയെ നൽകിയവൻ. വല്ലഭന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. വല്ലഭന്റെ അല്ലൽ തീർത്തവൻ, നല്ലവനെല്ലാം അവൻ, എനിക്ക് നല്ലവനെല്ലാം അവൻ. എന്റെ പ്രിയൻ യേശുരാജൻ വീണ്ടും വരാറായി, ഹല്ലേലൂയ വേഗം വരാറായി. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ. ആമയം തീർത്താമോദം പൂണ്ടോമന പുലരിയതിൽ ചേർത്തിടും ഓമന പുലരിയതിൽ.